നമസ്കാരം. ആത്മീക യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ ഓരോ തലത്തിലേക്ക്, അതായത് ഉയർച്ചയുടെ തലത്തിലേക്ക് എത്തിപ്പെടുവാനായി നമ്മളെല്ലാവരും വളരെയധികം ശ്രമിക്കുന്നവരാണ്. ചിലർക്ക് അത് നേട്ടങ്ങളിലേക്ക് എത്തും, ചിലർക്ക് അത് പാടെ പരാജയത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. എങ്കിലും മനസ്സുകളിൽ നമ്മൾ തളരാതെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പ്രപഞ്ചവും ഈശ്വരാനുഗ്രഹവും മാത്രമാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവർ എന്താകണമെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. പക്ഷേ ഇത് നമുക്കറിയുന്നില്ല. ഇതെല്ലാം തന്നെ നേരത്തെ വിധിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുതന്നെയായിരിക്കും നമ്മൾ ആകുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ എന്നെക്കൊണ്ട് ഒന്നിനും സാധിക്കുന്നില്ല, എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് എത്തുന്നില്ല, എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ നിന്ന സ്ഥലത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുൻപിൽ തോറ്റുകൊടുക്കുവാൻ തയ്യാറാവാതെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തണമെന്നുള്ള ആ ഒരു വാശിയോടുകൂടിയും വൈരാഗ്യത്തോടു കൂടിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ജീവിതം തീർച്ചയായും ഉയർച്ചയിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. ഇത് നമ്മുടെ തന്നെ ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തോട് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായും നിങ്ങൾ ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് എന്തും ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അത് എന്തും ആയിക്കോട്ടെ. നിങ്ങൾക്ക് പണമാണോ ആവശ്യം? നിങ്ങൾക്ക് ആരോഗ്യമാണോ ആവശ്യം? നിങ്ങളുടെ തൊഴിൽ ഉയർന്ന നിലയിലേക്ക് പോകണമെന്നാണോ ആഗ്രഹം? അതുമല്ല, നിങ്ങൾ ആഗ്രഹിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നാണോ ആവശ്യം? എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്തുവാൻ ആദ്യം നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. നമുക്ക് വേണ്ടി ഈ ലോകത്ത് വേറെ ആരും തന്നെ ശ്രമിക്കുവാൻ ഇല്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കഷ്ടപ്പെടണം, നമ്മൾ തന്നെ വീഴണം. നമ്മൾ വീണെങ്കിൽ മാത്രം തന്നെയാണ് നമുക്കതിൻ്റെ വേദന എന്തെന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ആ വേദന അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തണമെന്ന് തോന്നുകയുള്ളൂ. ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട അത്യാവശ്യം ചില കാര്യങ്ങളിൽ ഒന്നാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതം എപ്പോഴും പരാജയമാണ്. എത്രയോ വഴിപാടുകളും പൂജകളും ചെയ്തു, ക്ഷേത്ര ദർശനങ്ങളെല്ലാം നടത്തി, എന്നിട്ടും യാതൊരുവിധ മാറ്റവുമില്ല എന്ന് പറയുകയാണെങ്കിൽ തെറ്റ് മുഴുവൻ നമ്മുടെ ഭാഗത്തു തന്നെയാണ്. നിങ്ങൾ ചെയ്ത പൂജകളോ വഴിപാടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും താന്ത്രികങ്ങളോ നിങ്ങൾ പരിപൂർണമായും വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായും ഫലം തന്നിട്ടുണ്ടാകും. ഉദാഹരണത്തിന്, സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി ഇപ്പോൾ വേണ്ടത് പണം തന്നെയാണ്. ആ പണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കത് കിട്ടും എന്ന തലത്തിൽ വേണം നമ്മൾ അത് ആഗ്രഹിക്കുവാനായിട്ട്. അതല്ലാതെ ഞാൻ ഈ താന്ത്രികം ചെയ്താലോ, ഈ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ചെയ്താലോ, ഈ സ്വിച്ച് വേർഡ് ചൊല്ലിയാലോ എനിക്ക് പണം വന്നു ചേരുമോ, എൻ്റെ ഈ പ്രശ്നം തീർന്നു കിട്ടുമോ എന്നെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ഒരു വർഷമെടുത്ത് ചെയ്താലും അതിനുള്ള ഫലം നിങ്ങളെ തേടി വരില്ല. അതുപോലെ തന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇനി ഒരെണ്ണം കൂടി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളോടും നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ഈ നന്ദി എന്നൊന്നില്ലാത്തത് കാരണമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് പോലും നമുക്ക് ദേഷ്യം തോന്നുന്നത്. നമ്മൾ എത്രയോ ഉപകാരങ്ങൾ ചെയ്തിട്ട് പോലും അവർ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ആ ഒരു ദേഷ്യമായിരിക്കും നമ്മുടെ മനസ്സുകളിൽ പല പകയ്ക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ വിശ്വാസവും സ്നേഹവും എല്ലാം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രകടിപ്പിച്ചാൽ മാത്രമേ അതിന് മൂല്യം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഈ പ്രപഞ്ചത്തോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടും നന്ദി പ്രകടിപ്പിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ തുടർച്ചയായി ഈ പ്രപഞ്ചത്തോട് നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു നേരം നല്ല ഭക്ഷണം കഴിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രപഞ്ചത്തിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളെക്കാൾ നമുക്ക് ആഗ്രഹിച്ച ഭക്ഷണം ഇപ്പോൾ കഴിക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ച വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിച്ച മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളായിക്കോട്ടെ, വാഹനങ്ങളായിക്കോട്ടെ, അതെല്ലാം നമുക്കിപ്പോൾ ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ട്. ഇനിയും നമ്മുടെ മനസ്സിൽ ഉയർന്ന തലത്തിലേക്ക് എത്തണമെന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. അത് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും സാധിക്കാതെ ഈ ഭൂമിയിൽ വലയുന്ന ഒരുപാട് പേരുണ്ട്. അവരെക്കാളും നമ്മൾ എത്രയോ ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവവും പ്രപഞ്ചവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തോടും ഈശ്വരനോടും നന്ദി തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിലും, ഒരു വെള്ളം കുടിക്കുകയാണെങ്കിലും, ഈവൻ നിങ്ങൾ
രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പോലും ഭഗവാനോടും ഈ പ്രപഞ്ചത്തോടും നന്ദി ചൊല്ലുക. നന്ദി പറയുമ്പോൾ ഈ പ്രപഞ്ചം വിചാരിക്കും പ്രപഞ്ചത്തിനോട് നമുക്ക് വളരെയധികം സ്നേഹമാണ് ഉള്ളത് എന്ന്, നമ്മൾ പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രപഞ്ചത്തിന് തന്നെ തോന്നുകയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ പ്രപഞ്ചം ഉത്സാഹപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ അത്യാവശ്യമായ ആവശ്യമുണ്ട് എന്നിരിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു 10 ലക്ഷം രൂപയാവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് തന്നെ പറയും നമ്മുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ളതല്ലേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ, നമുക്ക് എന്താണോ ആഗ്രഹിക്കേണ്ടത് ആ കാര്യമല്ലേ നമ്മൾ ആഗ്രഹിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ മനസ്സ് ആദ്യം നമ്മളെ താഴ്ത്താൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. എങ്കിലും നമ്മൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ താഴ്ത്തിയാലും നമ്മൾ ഇല്ല, എനിക്ക് 10 ലക്ഷം രൂപ അത്യാവശ്യമാണ്, ഒരു ഡിസംബർ മാസമോ ജനുവരി മാസമോ ആകുമ്പോഴേക്കും എനിക്ക് 10 ലക്ഷം രൂപ കിട്ടും, അത് കിട്ടിയാൽ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടത്തുമെന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച് നിങ്ങൾ ഈ പ്രപഞ്ചത്തിനോട് അത് ചോദിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ ഈ പ്രപഞ്ചം നമുക്കത് തരുമായിരിക്കും. പക്ഷെ അതിനിടയിൽ ഈ മനസ്സ് തന്നെ പറയും ഇവരെ എത്ര പിന്തിരിപ്പിക്കാൻ നോക്കിയാലും ഇവർ പിന്തിരിയുന്നില്ല, അവർ ആഗ്രഹിച്ച കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിനാൽ ഇവരെ നമ്മൾ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മനസ്സ് തന്നെ നമ്മളുടെ വഴിയിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ചുറ്റിലുള്ളവരും നമ്മളെ തളർത്തിയിടുവാനും താഴ്ത്തിയിടുവാനും നമ്മളെ വലിച്ചു താഴേക്കിടുവാനും മാത്രമേ ശ്രമിക്കുകയുള്ളൂ ഒഴികെ നിങ്ങളെ കൈകൾ തന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ ആരും തന്നെ നിൽക്കില്ല. കാരണം അവരവരുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുവാനാണ് ഇപ്പോൾ എല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒഴികെ മറ്റുള്ളവരെ കൈ തന്ന് ആരും സഹായിക്കുവാൻ നിൽക്കുന്നില്ല. കാരണം സഹായിക്കുന്നവരെല്ലാവരും നമുക്ക് വീണ്ടും ശത്രുക്കൾ തന്നെയാണ് ആകുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളത് കാരണം തന്നെയാണ് അവരും അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അവരോട് നന്ദി പ്രകടിപ്പിക്കുന്നില്ല, നമ്മൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, വാക്കുകൾ കൊണ്ട് അവരെ നോവിക്കുകയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആരും തന്നെ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് പ്രയത്നിക്കേണ്ടത്. നമ്മുടെ ആ ഒരു വിശ്വാസവും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമാണ് നമ്മളെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ ഒരു കോടീശ്വരനാണ് എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് നടന്നു കിട്ടുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി നിങ്ങൾ ഏതൊരു കാര്യം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നടക്കുക. ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ സന്തോഷം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ മുഖത്ത് പോലും പ്രകടമാകുകയുള്ളൂ എന്ന്. അതുപോലെ തന്നെയാണ് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള പാട്ടുകൾ കേൾക്കുക, പോസിറ്റീവായിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കുക. ഇങ്ങനെയെല്ലാം ആകുമ്പോൾ നമുക്കും അറിയാതെ പോസിറ്റീവ് ഊർജ്ജം നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ച് വിജയം കണ്ട ചില മെത്തേഡുകൾ എന്താണ് എന്ന് പറയാം. എപ്പോഴും രാവിലെ ഉണർന്ന ഉടൻ തന്നെ ഞാൻ ഈശ്വരനോടും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തോടും നന്ദി പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ ഒരുപാട് പേർ ഇന്ന് രാത്രി ഉറങ്ങുകയാണെങ്കിൽ നാളെ നേരം വെളുക്കുന്ന സമയത്ത് ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഈ സാഹചര്യത്തിൽ നിന്നും നമുക്ക് ഒരു ദിവസത്തെ സൂര്യോദയം കാണാൻ സാധിച്ചതിനാൽ ഈ പ്രപഞ്ചത്തിനോടും ഈശ്വരനോടും ആദ്യം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഒരു ദിവസം തന്നെ തുടങ്ങുന്നത്. അതുമാത്രമല്ല, ഒരു ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ ഈ പ്രപഞ്ചത്തിനോട് നന്ദി പറയുന്ന ഒരു ശീലമുണ്ട്. എന്തെന്നാൽ ഇവരോടെല്ലാം ഇപ്പോൾ നമുക്ക് സംസാരിക്കുവാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി തന്നത് തന്നെ നമുക്ക് ഈ പ്രപഞ്ചവും ഈശ്വരനുമാണ്. അതുകൊണ്ട് അവരോട് നമ്മൾ നന്ദി പറയുകയാണ് വേണ്ടത്. ഇനി ഇതുപോലെ തന്നെ ഒരു ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് പോലും നമ്മുടെ എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അയ്യോ എനിക്കിത് പറ്റി എന്നല്ല ഓർക്കേണ്ടത്, മറിച്ച് എനിക്ക് ഇതല്ലേ വന്നുള്ളൂ, എന്തോ ഒരു വലിയ കാര്യം വരുവാനിരുന്നതാണ്, അത് ഞാൻ വിശ്വസിക്കുന്ന ദൈവവും ഈ പ്രപഞ്ചവും കൂടി തടുത്തു നിർത്തിയതായിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിരിക്കും. ഉദാഹരണം ഞാനൊരു കാര്യം പറയാം. ഏറ്റവും വലിയ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിക്കുന്ന ഒരു സയൻറ്റിസ്റ്റിന് ഒരു വലിയ അപകടം സംഭവിച്ചു. ഡോക്ടർമാരെല്ലാവരും തന്നെ വിധി എഴുതി ഇനി അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കുവാൻ പോലും സാധിക്കില്ല എന്ന്. പക്ഷേ ആ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം തളർന്നിരിക്കാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. വരുവാൻ പോകുന്ന ക്രിസ്മസ് ദിവസത്തിൽ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നത് പോലെ വിഷ്വലൈസ് ചെയ്ത് കാണുവാൻ തുടങ്ങി. ജീവിതത്തിൽ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്ന് ഡോക്ടർമാർ പോലും വിധി എഴുതിയ അദ്ദേഹം വെറും 4 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ
അത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൽ വിശ്വസിച്ചു, ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കും ചെറുതായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും നമ്മൾ തളർന്നിരിക്കാതെ ഇനിയും നമുക്ക് ഒരുപാട് ദൂരങ്ങൾ യാത്ര ചെയ്യുവാനുണ്ട്, നമ്മൾ ഒരുപാട് ദൂരങ്ങളിലേക്ക് എത്തുവാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ആ വീണ സ്ഥലത്ത് നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് 100 മടങ്ങ് ശക്തിയുള്ളതായിരിക്കും. നമ്മൾ സാധാരണ സമയത്ത് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന പോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും വീണെഴുന്നേൽക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടുള്ള വിശ്വാസം തോന്നും. അപ്പോൾ അതിനുള്ള ശക്തിയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ തന്നെ പ്രയത്നിച്ച് നേടിയെടുക്കുവാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ള ആരുടെയും സഹായം നമ്മൾ തേടരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ വീഴണം, നമ്മൾ തന്നെ എഴുന്നേൽക്കണം, നമ്മൾ തന്നെ അച്ചീവ് ചെയ്യണമെന്നുള്ള ആ ഒരു തോന്നലോടുകൂടി നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ മുന്നോട്ട് പോവുക. ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും കഴിക്കുമ്പോഴും നമ്മൾ എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കുക. എല്ലാത്തിനോടും, ഈ ദൈവത്തിനോടും പ്രപഞ്ചത്തിനോടും എല്ലാം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചത് തുകയാണെങ്കിലും ജീവിതമാണെങ്കിലും തൊഴിലാണെങ്കിലും അതല്ല, വാഹനങ്ങളാണെങ്കിലും വീടാണെങ്കിലും അത് നിങ്ങളെ തേടി വരുന്നതായിരിക്കും. നിങ്ങൾ എന്തിനേയും തേടി പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒന്നിനെയും പിറകെ പോകേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങളെ തേടി വരും എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും വന്നു ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കിടേശായ നമഃ.